പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിലെ ഏറ്റവും മാരകമായ ആയുധം ഏതാണ്? അത് മിസൈലുകളോ ഡ്രോണുകളോ അല്ല, മറിച്ച് ലോകത്തിന്റെ ശ്വാസനാളമായ ഹോർമുസ് കടലിടുക്ക് തന്നെയാണ്. ഇപ്പോൾ ഇറാൻ ആ അവസാന അടവ് കൂടി പുറത്തെടുത്തിരിക്കുകയാണ്. തങ്ങളെ വളയാൻ വരുന്ന അമേരിക്കയ്ക്കും ഇസ്രയേലിനും പകരമായി ലോകത്തിന്റെ എണ്ണ വിതരണ ശൃംഖലയെ തന്നെ തകർത്തെറിയുമെന്ന ഇറാന്റെ പ്രഖ്യാപനം ആഗോള വിപണിയിൽ പ്രകമ്പനം സൃഷ്ടിച്ചു കഴിഞ്ഞു. ഹോർമൂസിലൂടെ പോകുന്ന കപ്പലുകൾക്ക് തീയിടുമെന്ന IRGCയുടെ ഭീഷണി വെറുമൊരു വാക്കല്ലെന്ന് വ്യക്തമാക്കിക്കൊണ്ട് മണിക്കൂറുകൾക്കുള്ളിൽ എണ്ണവില 10% കുതിച്ചുയർന്നത്. ആഗോള വിപണിയുടെ നട്ടെല്ലായ ഷിപ്പിംഗ് റൂട്ടുകൾക്ക് മേൽ ഇറാൻ ആധിപത്യം ഉറപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അത് ഇന്ത്യയുൾപ്പെടെയുള്ള രാജ്യങ്ങളെ എങ്ങനെ ബാധിക്കുമെന്നത് ഏറെ ഗൌരവമുള്ള വിഷയം തന്നെയാണ്. ഇറാനെതിരായ US ഇസ്രയേൽ ആക്രമണങ്ങൾ കടുക്കുന്നതിനിടെയാണ് ലോകത്തിന് ഭീഷണിയായി ഹോർമൂസ് കടലിടുക്ക് വാർത്തകളിൽ നിറയുന്നത്. ആഗോള എണ്ണ വിതരണത്തിന്റെ 1/5 ഭാഗവും കടന്നുപോകുന്നത് ഈ ഇടുങ്ങിയ കടൽപാതയിലൂടെയാണ്. എണ്ണവില ബാരലിന് $81 എത്തിയിരിക്കുന്നു. ലോകം തീർച്ചയായും അത് $200 കാത്തിരിക്കുകയാണ്. ഹോർമൂസ് കടലിടുക്ക് ഇപ്പോൾ അടച്ചിരിക്കുകയാണ്. IRGCയിലെ വീരന്മാർ ഈ കടലിടുക്കിലൂടെ കടന്നുപോകാൻ ആഗ്രഹിക്കുന്ന ഏതൊരു കപ്പലിനും തീയിടും എന്നാണ് IRGC ഉപദേഷ്ടാവ് ജനറൽ ഇബ്രാഹിം ജബാലി സ്റ്റേറ്റ് TVയിലൂടെ ലോകത്തോട് വിളിച്ചു പറഞ്ഞത്. ഇതോടെ ലോകം ഒരു വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് കൂടിയാണ് കണ്ണു തുറന്നിരിക്കുന്നത്. ഇസ്ലാമിക് റിപ്പബ്ലിക്കിനെതിരായ നീക്കങ്ങൾ ശക്തമായതോടെ ക്രൂഡ് ഓയിൽ വിലയിൽ വലിയ വർധനവാണുണ്ടായത്. ചൊവ്വാഴ്ച ബ്രന്റ് ഫ്യൂച്ചർ ബാരലിന് $79.85 മർബൻ ഫ്യൂച്ചർ $80.41 വ്യാപാരം നടക്കുന്നത്. തിങ്കളാഴ്ച ഒരു ഘട്ടത്തിൽ ബ്രന്റ് വില $82 മുകളിൽ എത്തിയിരുന്നു. ഇത് സാധാരണക്കാരന്റെ കീശയെ നേരിട്ട് ബാധിക്കുന്ന കാര്യമാണ്. അമേരിക്കയിൽ പോലും പെട്രോൾ വില ഗാലനിന് $3 മുകളിലേക്ക് കുതിച്ചു കഴിഞ്ഞു. ഡീസൽ വിലയും റെക്കോർഡ് ഉയരത്തിലാണ്. ഈ വിലക്കയറ്റം വെറും ഒരു തുടക്കം മാത്രമാണെന്നും സംഘർഷം നീണ്ടുനിന്നാൽ വില ബാരലിന് $200 എത്തുമെന്നുമാണ് സാമ്പത്തിക വിദഗ്ധരുടെ ഭയാനകമായ പ്രവചനം. എണ്ണവിലയിലെ ഈ അപ്രതീക്ഷിത കുതിച്ചുചാട്ടം നേരിടാൻ തങ്ങൾ തയ്യാറാണെന്നാണ് US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ അവകാശപ്പെടുന്നത്. ഊർജ്ജ സെക്രട്ടറി ക്രിസ് റൈറ്റും ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റും ചേർന്ന് ഇതിനായുള്ള നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞുവെന്നും അദ്ദേഹം വ്യക്തമാക്കി. എന്നാൽ US ഉൽപാദകരെ ഈ വിലക്കയറ്റം തുടക്കത്തിൽ സഹായിക്കുമെങ്കിലും ആഗോളതലത്തിൽ ഇത് വലിയ ആഘാതമുണ്ടാക്കുമെന്നതിൽ ചോറ് തിന്നുന്ന ആർക്കും സംശയമുണ്ടാവില്ല. പ്രത്യേകിച്ച് ദക്ഷിണേഷ്യൻ രാജ്യങ്ങളായ ഇന്ത്യ, ചൈന, ജപ്പാൻ എന്നിവരെയാണ് ഇത് സാരമായി ബാധിക്കുക. യൂറോപ്പിന്റെ ജെറ്റ് ഇന്ധന വിതരണത്തിന്റെ 30% ഈ റൂട്ടിലൂടെയാണ് വരുന്നത് എന്നതും സാഹചര്യത്തെ കൂടുതൽ സങ്കീർണമാക്കുന്നുണ്ട്. ഹോർമൂസ് കടലിടുക്ക് സാങ്കേതികമായി തുറന്നിട്ടുണ്ടെങ്കിലും പ്രവർത്തനപരമായി അത് ഏതാണ്ട് അടഞ്ഞ അവസ്ഥയിലാണ്. സമുദ്ര ഗതാഗതം 80% കുറഞ്ഞതായി ഇൻവെസ്റ്റിഗേറ്റീവ് ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നു. വാണിജ്യ കപ്പലുകൾ ഈ മേഖലയിൽ നിന്ന് പിന്മാറുകയാണ്. ഇൻഷുറൻസ് പ്രീമിയങ്ങൾ 6 വർഷത്തെ ഏറ്റവും ഉയർന്ന നിലയിലെത്തിയതോടെ പല കമ്പനികളും ദീർഘമായ റൂട്ടുകൾ തെരഞ്ഞെടുക്കാൻ നിർബന്ധിതരാകുന്നു. ഇത് ചരക്ക് കൂലി വർദ്ധിക്കാനും വിപണിയിൽ സാധനങ്ങൾക്ക് വില കൂടാനും കാരണമാകും. ഇറാൻ നടത്തുന്ന ഈ അറ്റകൈ പ്രയോഗം ഗൾഫ് രാജ്യങ്ങളെ നേരിട്ട് യുദ്ധത്തിലേക്ക് വലിച്ചിഴയ്ക്കുമെന്നും US സൈന്യം നേരിട്ട് രംഗത്തിറങ്ങാൻ ഇത് കാരണമാകുമെന്നും നിരീക്ഷകർ വിലയിരുത്തുന്നു. എന്തു തന്നെയായാലും പശ്ചിമേഷ്യയിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത് അത്ര സമാധാനം തരുന്ന വാർത്തകളല്ല. അതെ, ഒടുവിൽ യുദ്ധവിദഗ്ധർ നിരീക്ഷിച്ചതുപോലെ ഇറാൻ തങ്ങളുടെ ഏറ്റവും വലിയ ആയുധം പ്രയോഗിച്ചു കഴിഞ്ഞു. ലോകത്തിന്റെ ഊർജ്ജ വിതരണത്തെ ബന്ദിയാക്കുക എന്ന തന്ത്രം. ഇത് ഇറാൻ അനുകൂലമാവുമോ അതോ സഖ്യകക്ഷികളെ പ്രകോപിപ്പിച്ച് കൂടുതൽ വലിയ തിരിച്ചടികളിലേക്ക് നയിക്കുമോ എന്ന് കണ്ടറിയണം. എന്നാൽ ഒരു കാര്യം പറയാതെ വയ്യ, ഹോർമൂസ് കടലിടുക്ക് കത്തുമ്പോൾ കരിപിടിക്കുന്നത് കേവലം ഒരു കടൽപാതയ്ക്ക് മാത്രമല്ല, ആഗോള ലോകത്തിന്റെ താളത്തിന് തന്നെയാണ്. അതിൽ കത്തിയമരുന്നതാവട്ടെ കോടിക്കണക്കിന് മനുഷ്യരുടെ ജീവിതവും ആഗോള സാമ്പത്തിക ഭദ്രതയുമാണ്. വരും ദിവസങ്ങളിൽ വിപണിയിലെ ചലനങ്ങൾ എന്തായിരിക്കുമെന്നും ലോകരാജ്യങ്ങൾ ഇതിനോട് എങ്ങനെ പ്രതികരിക്കുമെന്നും കണ്ടു തന്നെ അറിയണം. ഈ മരണക്കളി അവസാനിക്കുമ്പോൾ ലോകം എവിടെ നിൽക്കുമെന്ന് കാത്തിരുന്നു കാണാം.